ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമാണല്ലോ അല്ലേ? ഒരു റിസപ്ഷന് പോയിട്ട് വന്നേ, അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന്. അതായത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് രണ്ട് സാഹചര്യങ്ങളിലാണ്. ഒന്ന് ഇൻസ്പിറേഷൻ, രണ്ടാമത്തത് ഡെസ്പിറേഷൻ. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സാഹചര്യങ്ങളെയും വ്യക്തികളെയും അവരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കും. ഇനി രണ്ടാമത്തെ ഡെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് കഴിയുന്നില്ല എന്നൊരവസ്ഥ. അവിടെ നിരാശയാണ് വരുന്നത്. ഇനി ഈ നിരാശയ്ക്കും പ്രചോദനത്തിനും ഇടയ്ക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അതായത് സുഖപ്രദമായ അവസ്ഥയിൽ പോവുക. ചിലർ മറ്റുള്ളവരിലെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. ചിലർ നിരാശരായിട്ടിരിക്കും. ചിലർ നിരാശയുമില്ല, പ്രചോദനം ഉൾക്കൊണ്ടില്ല, ഒന്നും ചെയ്യാതെ സുഖപ്രദമായ ഒരു അവസ്ഥയിൽ പോകാനും സാധ്യതയുണ്ട്. ഈ മൂന്നെണ്ണത്തിൽ നമുക്ക് ഇൻസ്പിറേഷനാണ് വേണ്ടത്. മറ്റുള്ളവരുടെയും സാഹചര്യങ്ങളുടെയും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വളരെ ശക്തിയോടുകൂടി നമ്മളുടെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും മുൻതൂക്കം നൽകി കഠിന പ്രയത്നം ചെയ്യുക. വിജയം സുനിശ്ചിതമാണ്. അപ്പം ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുക. ഇനി രണ്ട് കാര്യങ്ങൾ ആണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത്, അല്ലേ? ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നാമത്തത് നമ്മൾ വി വാണ്ട് ടു ഡു, രണ്ടാമത്തത് വി ഹാവ് ടു ഡു. വി വാണ്ട് ടു ഡു എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചെയ്യണം, നമുക്ക് ചെയ്തേ പറ്റൂ, നമുക്ക് അതിയായ ആഗ്രഹമുണ്ട്, ലക്ഷ്യം നേടുക തന്നെ വേണം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മൾ ശക്തിയോട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. അതാണ് വി വാണ്ട് ടു ഡു. ഇനി നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു മാർഗം വി ഹാവ് ടു ഡു. നമുക്ക് ആഗ്രഹവും ഇല്ല, ചെയ്യണമെന്നുമില്ല, പക്ഷെ ചെയ്യേണ്ടതായിട്ട് വരുന്നു. പക്ഷെ അതൊരിക്കലും നന്നല്ല. നമ്മൾ എപ്പോഴും വി വാണ്ട് ടു ഡു എന്ന് തന്നെ ചിന്തിച്ചു പോകണം. വി ഹാവ് ടു ഡൂയിൽ നിന്ന് വി വാണ്ട് ടു ഡൂയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യണം. നമ്മൾ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യേണ്ടി വന്നു, എനിക്കത് ഒട്ടും ഇഷ്ടമില്ല എന്നതിൽ നിന്ന് മാറി നമുക്ക് ഇഷ്ടത്തോടുകൂടി ചെയ്യാൻ പറ്റണം. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പം പ്രിയമുള്ളവരെ, ഇൻസ്പിറേഷനൊക്കെ ഉൾക്കൊണ്ട് വി വാണ്ട് ടു ഡു, നമുക്കിതെല്ലാം ചെയ്തേ പറ്റൂ എന്നതിലേക്ക് മാറാൻ വേണ്ടി എല്ലാവർക്കും പറ്റട്ടെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ലവ് യു ആൾ.